ഇപ്പൊ തൃക്കാക്കര സ്വദേശി നിലയുള്ള ചോദിക്കുകയാണ്, അഖിൽ മാരാറാണ് 2020 സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അഖിൽ മാരാരുടെ വിജയസാധ്യത എത്രത്തോളം ഉണ്ട് തൃക്കാക്കര മണ്ഡലത്തിൽ? ജയിക്കൂലല്ലോ. കാരണം ജയിക്കൂല, അവൻ ഇവിടുത്തെ ഉള്ള ആളല്ലല്ലോ, പിന്നെ എങ്ങനെ ജയിക്കും? തിരുവനന്തപുരത്തല്ലേ അവന്റെ വീട്? അവിടെ തിരുവനന്തപുരം അല്ലേ? അല്ല, അഖിൽ കോട്ടാത്തല, കൊല്ലം. കൊല്ലത്തുള്ളവൻ ഇവിടെ നിന്ന് ജയിക്കുവോ? ഇവിടെ ഉമാ തോമസ് ജയിക്കുള്ളൂ, ഒരു സംശയമില്ല. ഉറപ്പാണ്, 100%. അഖിൽ മാരാർ നല്ലൊരു വ്യക്തിയാണ്. ബിഗ് ബോസിലൂടെ ജനപ്രീതിയുള്ള ആൾക്കാണ്. ജനങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. ആരാ പറഞ്ഞ? വെറുതെ പറഞ്ഞല്ലേ. സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കൂലല്ലോ, വെറുതെ പറഞ്ഞ ന്യൂജന്മാരല്ല ആൾക്ക് ഉപയോഗിക്കണം. അഖിൽ മാരാൻ ജയിക്കൂല, നിലം തൊടൂല. 8 പോയി. എന്ത് 2020? ഒരു 2020 ഇല്ല. ഇവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ മോൻ. കോൺഗ്രസ് കോട്ടയാണോ? ഉറപ്പല്ലേ, എറണാകുളം കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ്, ഒരു സംശയമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അഖിൽ മാരാർ മത്സരിക്കുന്നത്? അത് വെറുതെ സമയം കളയാന്ന് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല അതിനകത്ത്. കഴിഞ്ഞു ചേട്ടാ. അതായത് ഇപ്പൊ എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ഭരണം ആരുടെ കയ്യിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ LDF വരിക്കോ ഈ പ്രാവശ്യം മാറ്റം ഉണ്ടാവും, കോൺഗ്രസ് വരുള്ളൂ. മാറ്റം ആഗ്രഹിക്കുന്നല്ലോ, കോൺഗ്രസ് വരുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ ഭരണം മോശമാണോ? എന്തിന്? സാധാരണക്കാരെ ഓട്ടോറിക്ഷക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റുള്ള, പിന്നെ അതിലെന്താണ്? ഒരു രക്ഷയില്ല, ഇവിടെ കോൺഗ്രസ് വരുള്ളൂ, ഒരു സംശയമില്ല. പിണറായിയുടെ വളരെ മോശമാണ്, വളരെ കച്ചറ പറഞ്ഞല്ലേ. അത്രയും മോശമാണ്. തീർച്ചയായിട്ടും 5 വർഷം ആദ്യത്തെ അടിപൊളിയാണ്, ബാക്കി 5 വർഷം ഭൂലോക തോൽവിയാണ്, ഒരു രക്ഷയില്ല. തോൽവിയാണ്. സാധാരണക്കാരനായി ജീവിക്കാൻ പറ്റുള്ളൂ, പിന്നെ എന്ത് പറയാനാ? സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല, രക്ഷയില്ല. വേറെ ചോദിച്ചു, അതായത് ഒരൊറ്റ ചോദ്യം, നിങ്ങൾ എന്നെങ്കിലും കേരളത്തിൽ BJPയുടെ ഒരു ഭരണം ഒരിക്കലും ആഗ്രഹിച്ചില്ല. ആഗ്രഹിക്കുന്നില്ല, നടക്കുവോ? അങ്ങനെ വിചാരിക്കുന്നു? ഒരിക്കലും വരൂല. അല്ല, കോർപ്പറേഷൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ BJP കയ്യിലാക്കിയ പോലെ അതൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കാത്തെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഇതില് ജനങ്ങൾക്ക് പറ്റല്ലേ. അങ്ങനെ പാലക്കാട് ഇപ്പൊ വീണ്ടും ജയിക്കണ്ടേ അവര്? തുലാസ് ഭരണമല്ലേ ഇവിടെ, ശരിയല്ലേ? പാലക്കാട്, തിരുവനന്തപുരത്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവർ ജയിച്ചോണ്ടെന്ന് വെച്ചാണ്, അതുകൊണ്ട് ഇപ്പൊ വീണ്ടും നിലനിർത്തി പോയി. ഇപ്രാവശ്യം എത്ര സീറ്റ് കിട്ടും BJPക്ക്? ഒരു സീറ്റും കിട്ടൂല, ഉള്ള സീറ്റ് പോവും. കഴിഞ്ഞ തിരുവനന്തപുരത്ത് മറ്റേ പോയ പോലെ ആ സീറ്റും പോവും. ജയിക്കൂല, എവിടെ ജയിക്കൂല. സത്യമായിട്ടുള്ള കാര്യം. എവിടെ ജയിക്കാൻ? എവിടെയും ജയിക്കൂല. ചേട്ടൻ എന്താ പറയാ, BJP കേരളത്തിൽ വരുമോ? BJP കേരളത്തിൽ വരാൻ പാടില്ലല്ലോ. അല്ല, എന്താണ് BJP വന്നാൽ അത്ര മോശം? വർഗീയ പ്രസ്ഥാനം. ആരാണ് പറഞ്ഞത് BJP വർഗീയത ആണോ? ചേട്ടനോട് ഞാൻ ചോദിക്കാം, BJP വർഗീയതാണോ? ചേട്ടനോട് ആരാണ് പറഞ്ഞത്? ചേട്ടൻ എങ്ങനെ മനസ്സിലാക്കി BJP വർഗീയത? മനസ്സിലായിട്ടുണ്ട്. അത് ചേട്ടൻ ആഗ്രഹിക്കുന്നില്ല. എന്നെങ്കിലും വരുമോ BJP? എനിക്കറിയില്ല, ഞാൻ ദൈവമല്ലല്ലോ. ആഗ്രഹിക്കുന്നില്ല. ഓക്കെ.